നമസ്കാരം ലളിതാമ്മേ, നമസ്കാരം. നമസ്കാരം. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. കരുനീലിക്കാവിലെ പ്രമാണിമാരിൽ പത്മനാഭൻ ഇവിടെ നേരത്തെ എത്തി. അടുത്താളെന്താ ഇത്ര വൈകിയത്? വൈകിയതിന് ക്ഷമിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാർ, ആ കരയിലെ വലിയ പ്രമാണിമാർ. നിശ്ചയമായും രണ്ടുപേരും തമ്മിൽ പരസ്പരം അറിയുമല്ലോ. എന്നിട്ട് നിങ്ങളെന്താ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ നിൽക്കുന്നത്? പത്മനാഭന് ധർമ്മരാജനെ അറിയില്ലേ? അറിയാം, നല്ലോണം അറിയാം. പക്ഷേ പത്മനാഭൻ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. അതിന്റെ നടുക്കമാ ഈ മുഖത്ത് കാണുന്നേ. പത്മനാഭ, ധർമ്മരാജൻ എന്റെ മോന്റെ ഒരു പരിചയക്കാരനാ. അവൻ മരിക്കുന്നത് വരെ ധർമ്മൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ഇപ്പൊ തീരെയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇവനെ ഞാൻ നേരിട്ട് കാണുന്നത്. എല്ലാവരെയും സപ്തതിക്ക് ക്ഷണിച്ച കൂട്ടത്തിൽ ധർമ്മനെയും ഞാൻ സപ്തതിക്ക് ക്ഷണിച്ചിരുന്നു. വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ വന്നു. ധർമ്മ, ഇന്ദ്രന്റെ കല്യാണം നിശ്ചയിച്ചു, അറിഞ്ഞോ? കരുനീലിക്കാവുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ധർമ്മരാജൻ മാമ മാത്രം അറിയാതിരിക്കുവോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. പത്മനാഭ, ഭഗവതിയെ പറ്റിക്കും പോലെ ഈ കുടുംബത്തെയും പറ്റിച്ച് മകളെ ഇവിടെ അങ്ങ് ഏൽപ്പിക്കാൻ പോവുകയാണല്ലേ? ധർമ്മരാജ, ഘോഷിച്ച് സംസാരിച്ചോണം. അനിയത്തിമാരും ഉണ്ടല്ലോ. ലളിതമ്മയ്ക്ക് അറിയോ, കരുനീലിക്കാവിലമ്മയുടെ തിരുമുടിയെടുക്കാൻ ശക്തിയുള്ള ഒരേ ഒരുത്തനെ കരുനീലിക്കാവിലുള്ളൂ. അത് ആ നിൽക്കുന്ന ഗിരിയ. അല്ല ധർമ്മ, നീ പത്മനാഭനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. അതെ അതെ ലളിതാമ്മേ, കരുനീലിക്കാവിലെ ഉത്സവത്തിന് വെച്ച് ഞാനും ധർമ്മനും കൂടെ ഒന്ന് ഉരസി. ഇപ്പോഴേ അതിന്റെ ചൊരുക്ക് തീർക്കാൻ നോക്കുക ഈ ധർമ്മരാജൻ. പറയാം, എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ഉത്സവത്തിന് അന്ന് എന്റെ കൂടെ വന്നവരൊക്കെ വെറും മോഴകളായി പോയി. അതിൽ നീ അഹങ്കരിക്കരുത്. ഇനിയും ഉത്സവം വരും. അടുത്ത ഉത്സവത്തിന് ഞാൻ പുതിയ പിള്ളേരെ ഇറക്കും. 1-ാം തരം പ്രാപ്പിടിയന്മാരെ. അവന്മാര് നിന്റെ ഈ പെങ്ങന്മാരെയും റാഞ്ചിക്കൊണ്ടങ്ങ് പറക്കും. വലിയ വലിയേട്ടനായി ചമഞ്ഞ്
ഇതുങ്ങളെയൊക്കെ പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ തള്ളയെ പോലെ പിഴച്ചു നടക്കും ഈ പുന്നാര പെങ്ങന്മാരും. അയ്യോ പത്മനാഭ, ഇവനെ എന്തിനാ കൊണ്ടുവന്നത്? ധർമ്മരാജൻ ഞാൻ ക്ഷണിച്ചിട്ട് വന്നയാളാ. അയാളാണ് ഇവനെ ഉപദ്രവിച്ചതും അപമാനിച്ചതും. അത് എന്റെ വീട്ടില് എന്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇവനിവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കുക. അമ്മ നീ മിണ്ടരുത്.